നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഇപ്പൊ ഗ്യാസ് ലീക്ക് ആയാല് സ്വിച്ച് ഇടരുത്, ഇപ്പൊ പറഞ്ഞ പോലെ സ്പാർക്കിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പം വാതിൽ തുറന്നിട്ട് എത്ര സമയം ഇതിന്റെ ഒരു സ്മെല്ല് പോകുന്നത് വരെ നമ്മൾ നോക്കിയാൽ മതിയോ, അതോ ഇപ്പൊ ലീക്ക് ആയി എന്ന് വെച്ചാൽ സ്മെല്ല് പോകുന്നത് വരെ നോക്കിയാൽ മതിയോ, അതോ മറ്റെന്തെങ്കിലും കൂടി നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, അത് നല്ല പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ ലീക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് വിചാരിക്കുക, അതാണ് കൂടുതൽ അപകടം. നമുക്ക് കൈകാര്യം ചെയ്യാൻ അപകടം കൂടുതൽ അതാണ്. ലീക്കായി കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലേ എന്തായാലും കത്തിയല്ലോ, ഇനി അത് കെടുത്താനുള്ള കാര്യം നോക്കിയാൽ മതി. കാരണം ഒരു ഏരിയ ആണല്ലോ, ആ ഏരിയ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ഒരു വീടിനുള്ളിൽ ഒരു സിലിണ്ടർ ലീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിനകത്ത് കയറാൻ പ്രശ്നമാണ്, വാതിൽ തുറക്കാനും അടയ്ക്കാനും ഒക്കെ പ്രശ്നമാണ്. എന്തായാലും ഫ്ലോർ ലെവൽ തറനിരപ്പിലുള്ള വെന്റിലേഷൻ ആവശ്യമാണ്. വെന്റിലേഷനാണ് വേണ്ടത്. അതായത് ഈ ലീക്കായ ഗ്യാസ് വെളിയിൽ പോകണം, അതിന് വെന്റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പുറത്തുനിന്നുള്ള വായു അകത്തിടിച്ച് കയറുകയും വേണം. അപ്പോൾ അതിന് നമ്മൾ ജനലുകളും വെന്റിലേറ്ററുകളും മാത്രം തുറന്നിട്ടത് കൊണ്ടായില്ല. കാരണം ഗ്യാസ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് താഴെ കിടക്കും. അപ്പോൾ നമ്മൾ ഈ ഡോറുകൾ തുറന്നിട്ട്, അതാണ് ഞാൻ പറഞ്ഞ ഫ്ലോർ ലെവൽ വെന്റിലേഷൻ വേണം. ഡോറുകളെല്ലാം പരമാവധി തുറന്നിടുക. അപ്പോൾ ലെറ്റ് ഇറ്റ് ഗോ ഔട്ട്. അങ്ങനെ കുറേ നേരം കൊണ്ട് അത് പൊക്കോളും. പിന്നെ ഈ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞത്, ഈ ഈതയിൽ ക്യാപ്റ്റൻ ചിലർക്കെങ്കിലും ഈ സ്മെല്ലിനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്മെൽ സെൻസിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ സെൻസിറ്റിവിറ്റിയെ ബാധിക്കും കുറച്ച് കഴിയുമ്പോൾ. അതായത് ഈ ഗ്യാസ് ലീക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ കുറച്ച് നേരം നിന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ നമ്മൾ പറയുമ്പോൾ സ്മെല്ലില്ലല്ലോ എന്ന് പറയും. നമ്മുടെ ആ ഘ്രാണശേഷിക്ക് കുറവ് വരും. അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലീക്ക് സോഴ്സ് ക്ലോസ് ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ റെഗുലേറ്റർ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലീക്കായ സിലിണ്ടർ എടുത്ത് പുറത്ത് കൊണ്ടുപോയി വെച്ച് ആ വെളുത്ത ക്യാപ്പിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ലീക്ക് മാറും. സിലിണ്ടർ ലീക്ക് അടയ്ക്കാനേ കഴിയുന്നില്ലെങ്കിൽ അതൊരു ഓപ്പൺ സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ മൂവിങ് കറണ്ട് ഓഫ് എയർ വരുമ്പോൾ ഡിസിപ്പേഷൻ വേഗം നടക്കും. അപ്പോൾ അത് കത്ത് പിടിക്കാനുള്ള സാധ്യത വളരെ കുറയും. അതുകൊണ്ട് വെളിയിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ അബദ്ധത്തിൽ അതെടുത്ത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എടുത്ത് കിണറ്റിൽ വലിച്ചെറിയുന്ന കാര്യമൊക്കെ ചെയ്യും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു പ്രാകൃതമായ രീതിയാണ്. അതുകൊണ്ടൊരു അപകടം കൂടുകയുള്ളൂ. എന്നിടത്ത് ഓപ്പൺ ഏരിയ കൊണ്ടുവയ്ക്കുകയാണ്, ബിൽഡിങ്ങിൻ്റെ മുകളിലല്ല, അതല്ലാതെ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ കൊണ്ടുവയ്ക്കുകയാണ്. പിന്നെ സിലിണ്ടറിൻ്റെ ഈ പൊട്ടിത്തെറി വിഷയമുണ്ട്. സിലിണ്ടർ പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, സിലിണ്ടറിനകത്ത് ഈ ഗ്യാസ് കംപ്രസ് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ദ്രാവകാവസ്ഥയിലാണ്. അപ്പോൾ അതൊരു ചൂടുള്ള ഈ ദ്രാവകം തിളയ്ക്കാൻ ആവശ്യമായ ചൂട് ഉള്ള സ്ഥലത്താണ് ഇത് ഇരിക്കുന്നതെങ്കിൽ ഇത് വേഗം തിളയ്ക്കും. തിളച്ചത് ഇവാപ്പറേറ്റ് ചെയ്യും, അത് വാതകമായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഒരു മില്ലി ലിറ്റർ ലിക്വിഡ് ഗ്യാസായിട്ട് മാറുമ്പോൾ ഓൾമോസ്റ്റ് 250 മില്ലി ലിറ്റർ ആയിട്ട് മാറും. 1:250 എന്ന് പറയാം റഫ്ലി ആ റേഷ്യോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1 ലിറ്റർ ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ 250 ലിറ്റർ ആവും. അപ്പോൾ യു ക്യാൻ ഇമാജിൻ. അപ്പോൾ ഈ സിലിണ്ടറിനകത്തുള്ള സ്ഥലം പോരാതെ വരും. അപ്പോൾ സിലിണ്ടറിനകത്ത് എന്തുണ്ടാവും? പ്രഷർ ഉണ്ടാവും. അത് കൂടും. ഇത് ചൂടത്തിരിക്കുന്നിടത്തോളം ഇത് പറ്റിക്കൊണ്ടിരിക്കുന്നിടത്തോളം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ സിലിണ്ടറിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ റപ്ചേർഡ് ആവും. അങ്ങനെ ചൂട് കൂടുന്നതുകൊണ്ട് മാത്രമാണ് അത്രേ ഉള്ളൂ. അത് മാത്രമാണ് ആ സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ള ഒരേ ഒരു കാരണം. ഒരിക്കലും വെയിലടിച്ചാലൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും ഇല്ല. ചെറിയ രീതിയിൽ വെയിൽ കൊണ്ടാകുന്ന പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു തീവ്രമായ കാലാവസ്ഥകളിൽ ഒന്നിലും ഈ സിലിണ്ടർ വെക്കാനോ കൈകാര്യം ചെയ്യാനോ ഒന്നും പാടില്ല എന്നുള്ള നിയമമൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. സിലിണ്ടർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. സിലിണ്ടർ റോഡിലിട്ട് ഉരുട്ടുക, വലിച്ചെറിയുക, അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ബോഡിക്ക് ഒരു ക്ഷതമേൽക്കാൻ പാടില്ല. അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള പ്രഷർ താങ്ങാനുള്ള അതിൻ്റെ ആ ശേഷി അങ്ങനെ തന്നെ നിൽക്കണം. 5 വർഷത്തിലൊരിക്കൽ അത് ഹൈഡ്രോളിക് പ്രഷർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ട് കണ്ടിരുന്നു, എൻ്റെ വീട്ടിലൊക്കെ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ വണ്ടിയിൽ നിന്ന് അവരെടുത്ത് നിലത്തേക്ക് എറിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പൊ ശരിക്കും ഇത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ആളുകളിലേക്ക്? അല്ല, അതൊക്കെ ഇപ്പൊ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ അങ്ങനെ ആരും ചെയ്യുന്നുള്ളതായിട്ട് അറിവില്ല കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. സിലിണ്ടർ ഇപ്പോൾ നമ്മുടെ
നമ്മുടെ ഈ വലിയ ലോറികളിൽ നിറയെ സിലിണ്ടർ അടുക്കി വെച്ച് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടല്ലോ. അതിൽ സിലിണ്ടർ ഇരിക്കുന്നത് അപ്രൈറ്റ് പൊസിഷനിലാണ്, നമ്മൾ അടുക്കളയിൽ ഇരിക്കുന്നത് പോലെ. സിലിണ്ടർ എപ്പോഴും അങ്ങനെ ഇരിക്കാവോ? കാരണം അതിനകത്തുള്ള ലിക്വിഡിൻ്റെ ആ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റിക്ക് ഏറ്റവും സുഗമമായ ഒരു പൊസിഷനിങ് അതാണ്, ഒരു പോസ്ചർ അതാണ്. അങ്ങനെ അതിരിക്കാവൂ. നമ്മളൊരു സിലിണ്ടർ ഒരിടത്തു നിന്ന് എടുത്ത് വേറൊരിടത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള റിംഗ് ഉണ്ട്, ആ റിങ്ങിൻ്റെ രണ്ട് സൈഡിലും രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ പിടിച്ച് അതേപോലെ അത് അപ്രൈറ്റ് പൊസിഷനിൽ തന്നെ കൊണ്ടുപോകണം. അങ്ങനെയാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് താഴെ ഇടുന്നു, ചവിട്ടി താഴെ ഇടുന്നു, ഉരുട്ടിക്കൊണ്ടു പോകുന്നു, നല്ല മെറ്റൽ റോട്ടിൽ കൂടെ ഒക്കെ ഉരുട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ ഇത് തെറ്റാണ്. കാരണം ഇതിൻ്റെ ബോഡിക്ക് ഒരു ക്ഷതവും ഏൽക്കാൻ പാടില്ല. കാരണം അത്രയും അപകടകാരിയായ വസ്തുവാണ് അതിൻ്റെ ഉള്ളിൽ, അത്രയും പ്രഷറിലാണ് ഇരിക്കുന്നത്. അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യില്ല. ആ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും.